ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ സീസണിലെ നാലാമത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമാണ് അവരുടെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ നാളെ നടക്കുവാൻ പോകുന്നത്. ചെന്നൈയിൻ FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത്. കഴിഞ്ഞ മത്സരങ്ങളെല്ലാം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് നിരാശ സമ്മാനിച്ചതായിരുന്നു. ആകെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 3 മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയം തന്നെയായിരുന്നു സംഭവിച്ചത്. അതിൽ 2 മത്സരങ്ങളും അവരുടെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ തന്നെയായിരുന്നു നടന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഇന്റർ കാശിയോട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. ഇന്റർ കാശി 2 ഗോളുകൾ നേടിയപ്പോൾ 1 ഗോൾ മാത്രം നേടി കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു. അതിന് തൊട്ട് മുമ്പ് നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റിയോട് സമാനമായ നിലയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. അന്ന് മുംബൈ സിറ്റിക്ക് 1 ഗോളായിരുന്നു ലഭിച്ചതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ ഒന്നും അടിക്കാതെ പുറത്താകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഈ സീസണിൽ ആ നിലയിൽ ആകെ നടന്നിട്ടുള്ള 3 മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. നിലവിൽ നിലയിൽ പോയിന്റുകളൊന്നുമില്ലാതെ 12ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുന്നത്. ആ നിലയിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ വിജയിക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഇനിയുള്ള മത്സരങ്ങളിലും പരാജയമാണ് ബ്ലാസ്റ്റേഴ്സിന് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് ഈ പോയിന്റ് നിലയിൽ നിന്ന് പുറത്തു പോകുമെന്നതിൽ സംശയം വേണ്ട. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഒരു ആരാധകരുടെ പിന്തുണയുള്ള ഒരു ടീമാണ് ബ്ലാസ്റ്റേഴ്സ്. മഞ്ഞപ്പടയെ ഇഷ്ടപ്പെടുന്നവർ അവരുടെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലേക്ക് കഴിഞ്ഞ 2 മത്സരങ്ങൾക്കും വലിയ തോതിൽ വന്നെത്തിയിരുന്നു. അത്രത്തോളം ആരാധകരുടെ പിന്തുണയുള്ളപ്പോഴും മോശം പ്രകടനമാണ് ടീമിനെ പിന്നോട്ട് വലിക്കുന്നത്. മുമ്പുള്ള പല താരങ്ങളും ഇപ്പോൾ ടീമിലില്ലാത്തതും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരാജയത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. ഏതായാലും ഈ നിലയിൽ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാം തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് നാളെയുള്ളത്. നാളെ അവരുടെ പ്രിയപ്പെട്ട ടീം വിജയിക്കുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.